ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോ ആണ്, 2015 മോഡൽ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. മീറ്ററിൽ 16,000 കിലോമീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിന് വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹീറോൻ്റെ കമ്പനി ലൈനർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നായാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നായാലും ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ആയാലും പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വർക്കിംഗ് സ്മൂത്താണ്. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, അതേപോലെ തന്നെ റോളർ, ആ സെറ്റ് തന്നെ യൂണിറ്റാണിത്. ചെക്ക് ചെയ്യുമ്പോഴായാലും വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാനൊന്നുമില്ല. നമുക്കൊന്ന് എയർ അടിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രശ്നമൊന്നുമില്ല, ചെക്കിങ്ങിലും ഓക്കെയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് നമുക്ക് കമ്പനി ബെൽറ്റിനാണ് അതുമ്പോൾ കിടക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ സെൻറ്റർ പോർഷനിലേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഓരോ സർവീസ് നമുക്കിപ്പോൾ 4 മാസം കൂടുമ്പോഴാണ് അതിൻ്റെ സർവീസ് വരാം, ജനറലായിട്ട് പീരിയോഡിക് സർവീസ് വന്നത്. അപ്പോൾ ഓരോ സർവീസിലും ചെക്ക് ചെയ്യുക. കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് മാറ്റിക്കളയും. ഇത് ചെറിയ പൊട്ടലുണ്ടെങ്കിൽ കൂടി ഈ രീതി ഇങ്ങനെ കിടന്ന് ഓടിക്കോളും, പ്രശ്നമൊന്നുമില്ല. മാക്സിമം ഉപയോഗിക്കുക, അതിന് ശേഷം മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ അത് കിക്കറിൻ്റെ വീല്, റാച്ചറ്റ് വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. എയർ അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൽ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് അഴിക്കുക, ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ആ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് അഴിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ജനറൽ സർവീസിൽ ഇൻക്ലൂഡാണ്, അതിന് വേറെ അഡീഷണൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമാണത്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിലുണ്ട് ഗ്യാസ്കറ്റ് ലീക്കായിട്ടാണ് ആ പ്രോബ്ലം വന്നേക്കുന്നത്. അപ്പോൾ അതൊന്ന് അഴിച്ച് ആ ഗ്യാസ്കറ്റ് കൈയോടെ മാറ്റിയിടാം. അതേപോലെ തന്നെ കാർബറേറ്റർ യൂണിറ്റാണ്. കാർബറേറ്റർ യൂണിറ്റിൻ്റെ ചോക്കിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും. ചോക്ക് കേബിൾ എനിക്ക് തോന്നുന്നു ഉപയോഗിക്കില്ല എന്നുള്ളൂ, കാരണം നല്ല ടൈറ്റാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം, കേബിളൊന്ന് മാറ്റിയിടണം. ആക്സിലേറ്ററിൻ്റെ കേബിളും നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നന്നായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് കയറ്റാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ വല്ല തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുമേ കൈയോടെ തന്നെ നമുക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാം. ഇതേപോലെ നമുക്ക് നോർമലായിട്ട് അഴിക്കേണ്ടി അങ്ങനെ വരാറില്ലല്ലോ. അപ്പോൾ അഴിക്കുമ്പോൾ കാണുമ്പോൾ ആ കൂട്ടത്തികൾ ചെയ്ത് പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള അഴുക്കുണ്ട്. നമുക്ക് പുറമേ നോക്കുമ്പോൾ നമുക്ക് ബോഡി കവർ ഉള്ളത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ അഴിക്കുമ്പോഴാണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാവും. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നൊക്കെ നല്ല ജെർക്കിങ് കാണിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇതിൻ്റെ ബുഷ് പോയിട്ട് ഈ കുഷ്യൻ അസംബ്ലിയുടെ ബുഷ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, ആ ഗ്രീൻ ടൈപ്പ് ബുഷ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ യൂണിറ്റ്, അതിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റൽ ബുഷുണ്ട്. അതായത് പിച്ചള ബുഷല്ല, അതിൻ്റെ ഉള്ളിലൊരു മെറ്റൽ ബുഷ് തന്നെ ഉണ്ട്. അത് മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേ നമുക്ക് ഗ്രീസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും, വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്ത് ചെക്ക് ചെയ്യേണ്ടത്. ബാറ്ററിയൊക്കെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇതൊന്നും ഇരിക്കുന്നത്. പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.83 ആ റേഞ്ചിൽ വരുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിലവിൽ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കില്ല, എങ്കിൽ കൂടി ഓക്കെ ആയിട്ടാണ് കാണിക്കണം കേട്ടോ. ഈ പച്ച ലൈറ്റ് ഉണ്ട് കളിച്ചാണ്. എങ്കിൽ കൂടി എന്താ വെച്ചാൽ നമുക്ക് സർവീസിനകത്ത് അത് ഇൻക്ലൂഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് പോകണമെന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ആയാലും കമ്പനി ലൈനർ തന്നെയാണ് കിടക്കുന്നത്. നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊന്ന് ഗ്രീസ് ചെയ്ത് തരാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് കവറിൻ്റെ ഭാഗം ഒട്ടിയിരിക്കുന്നുണ്ട്. ഫ്രണ്ട് കവർ എന്ന് പറയുമ്പോഴത്തേക്കും ഹാൻഡിലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഹാൻഡിൽ കവർ, അതിൻ്റെ ഇവിടെ സെൻട്രൽ വന്ന സ്ക്രൂ ചെയ്യേണ്ട ഭാഗം പൊട്ടിയേക്കാണ്. അതേപോലെ തന്നെ ഉള്ളിൽ ഈ സ്ക്രൂ പിടിപ്പിക്കുന്ന നോബ് പോലത്തെ ഈ സൈഡിലും ഒരെണ്ണമുണ്ട്, അതും പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ഗട്ടറൊക്കെ ചാടുമ്പോൾ അതിൻ്റെ സൗണ്ട് ഓൾറെഡി ഉണ്ടാവും. നിലവിൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു വാഷൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ 100% അത് ക്ലിയർ ആവില്ല. ആ ഫൈബർ ബോഡിയാണ്. അപ്പോൾ അത് നമുക്കത് മാറ്റി വെച്ചാൽ തന്നെയാണ് റെഡി ആവുള്ളൂ കേട്ടോ. അതിപ്പം നമ്മളതിനെപ്പറ്റി ഒന്നും ചെയ്യണില്ല. നമുക്ക് തൽക്കാലം ആ വൈബ്രേഷനുള്ള ഭാഗം ക്ലിയർ ചെയ്തിടാം. പിന്നീട് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഫൈബർ ബോഡിയൊക്കെ ആകുമ്പോൾ ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല. നമുക്ക് ഓർഡർ ചെയ്തിടാം, എന്നിട്ട് ഇടയ്ക്ക് വരിക്കും മാറ്റാനൊക്കെ പറ്റുള്ളൂ. എന്തായാലും അത് വലിയ താമസിച്ചാണ്ട് മാറ്റേണ്ടി വരും. കാരണം ഞാൻ 2 ഭാഗത്ത് പൊട്ടൽ വീണിട്ടുണ്ട്. പിന്നെ 3 സ്ക്രൂമിയാണ് അത് നിൽക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും അത് പൊട്ടി വരും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാറ്റിക്കളയുന്നതാണ് ബെറ്റർ. അപ്പോൾ ജസ്റ്റ് നമ്മളതിൻ്റെ വീഡിയോയിൽ കണ്ടപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ ആയാലും ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. കാരണം അത് ഇവിടെ വന്ന
എയർ ഫിൽറ്ററിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റാണ്. അപ്പോൾ അത് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട്. അത് ഫോം ടൈപ്പാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ അതിൻ്റെ ഓയിലിൻ്റെ കേസ് നോക്കുമ്പോൾ ഓയിൽ നല്ല ഓയിലാണ് കാണുന്നത് കേട്ടോ. ഓയിലിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഫ്രഷ് ഓയിലാണ് കിടക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്കിതൊക്കെ ഉള്ളൂ സർവീസുമായി ബന്ധപ്പെട്ട് വന്നവർക്ക്. അപ്പോൾ നമുക്ക് വന്നത് റീപ്ലേസിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് മാറ്റിയിടണം. ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്ക് കേബിൾ മാറ്റിയിടാം. ഫ്രണ്ടിൽ വരുമ്പോൾ 2 ബുഷുകൾ, ഇതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് മാത്രം മാറ്റാം, ഗ്രീൻ ബുഷും ചേഞ്ച് ചെയ്തിടാം. ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്കതുമായി ബന്ധപ്പെട്ട് വന്നത്. പിന്നെ ഹെഡിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട ആ ഗ്യാസ്കറ്റ് കേട്ടോ, അത്രയായിട്ടാണ്. പിന്നെ നിലവിൽ നമ്മളതിൻ്റെ പൊല്യൂഷൻ്റെ സ്റ്റാറ്റസൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഓൾറെഡി പൊല്യൂഷൻ ഇല്ല. അതുകൂടി വേണമെങ്കിൽ കൂട്ടത്തിൽ എടുത്ത് പോകാമെന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കാം. അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നമുക്ക് നോക്കിയിട്ടൊന്ന് പറയാം. അത് ഫസ്റ്റ് നമുക്ക് പൊല്യൂഷൻ ഒന്ന് എടുത്ത് നോക്കാം. കാർബറേറ്റർ ഇപ്പോൾ നമ്മൾ അഴിക്കുന്നില്ല, കാരണം പൊല്യൂഷൻ എന്തെങ്കിലും പാസ്സാവാത്ത സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. നിലവിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.